ഹലോ, നമസ്കാരം. എൻ്റെ പേര് മുഹമ്മദ് റഫീഖ്. ഇലക്ട്രിക്കൽ കോൺട്രാക്ടർ, ഇലക്ട്രിക്കൽ കൺസൾട്ടൻ്റ് ആണ്, ഇലക്ട്രിക്കൽ സൂപ്പർവൈസർ കൂടിയാണ്. അതുപോലെ തന്നെ ഓൾ കേരള ലൈസൻസ്ഡ് വയർമാൻ സൂപ്പർവൈസർ കോൺട്രാക്ടർ അസോസിയേഷൻ്റെ സംസ്ഥാന പ്രസിഡന്റ് കൂടിയാണ്. ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് വൈദ്യുത മേഖലയിൽ തൊഴിൽ ചെയ്യുന്ന എല്ലാവർക്കും ആഹ്ലാദിക്കുന്ന ഒരു കാലഘട്ടത്തിലാണിപ്പോൾ ഇലക്ട്രിക്കൽ മേഖല മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഏതെല്ലാം രീതിയിൽ നമ്മൾക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയും എന്നുള്ള കാര്യമാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. പ്രധാനമായും ഇന്നിപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ജോലി സാധ്യത വർദ്ധിച്ചു വരികയാണ്. കാരണം പ്രത്യേകിച്ച് നമ്മുടെ ഇലക്ട്രിക്കൽ വെഹിക്കിളുടെ വരവും അതുപോലെ തന്നെ സോളാർ പ്ലാന്റുകളുടെ സ്ഥാപിക്കുന്ന ആളുകളുടെ എണ്ണം വർദ്ധിച്ചു വരിക. ഫ്യൂച്ചറിൽ അതിൻ്റെ സർവീസും മെയിൻ്റനൻസും ഒക്കെ ആയി തന്നെ വലിയ ജോലി സാധ്യത നമ്മുടെ ഇലക്ട്രിക്കൽ വൈദ്യുത മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് വരുന്നതോടൊപ്പം തന്നെ അതിൻ്റെ ഭാഗമായി വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വർക്കാണ് ലൈറ്റിംഗ് അറസ്റ്ററും അതുപോലെ തന്നെ SPD-യും. നമ്മുടെ ഇലക്ട്രീഷ്യൻസ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ കോൺട്രാക്ടേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന മിക്ക സൈറ്റുകളിലും ലൈറ്റിംഗ് പ്രൊട്ടക്ഷൻ സിസ്റ്റം ആവശ്യമുണ്ടായിട്ടും അത് മിക്ക ആളുകളും അത് അവോയ്ഡ് ചെയ്ത് വർക്ക് ചെയ്ത് മുന്നോട്ട് പോകുന്ന സാഹചര്യം നിലനിൽക്കുകയാണ്. അതിലൂടെ ഒരു വലിയ വരുമാനവും അതോടൊപ്പം തന്നെ അയാൾ ഏറ്റെടുത്തിട്ടുള്ള ഒരു വർക്കിൻ്റെ നിലവാരം ഉയർത്തുന്നതിലേക്കും അവർക്കത് വലിയ അവരുടെ വർക്കിൻ്റെ ഡിഗ്നിറ്റി തന്നെ വർദ്ധിക്കുന്ന രീതിയിലുള്ള ഒരു സോളാർ ലൈറ്റിംഗ് പ്രൊട്ടക്ഷൻ സിസ്റ്റവും SPD-യും അതെങ്ങനെ സ്ഥാപിക്കാം, അതിൻ്റെ ഡിസൈനിങ്, അതുപോലെ തന്നെ അതിൻ്റെ എത്ര ലൈറ്റിംഗ് അറസ്റ്റ് എയർ ടെർമിനൽ വേണം, എത്ര എർത്ത് പിറ്റുകൾ വേണം, അതിന് എന്തെല്ലാം എക്യുപ്മെൻറ്റുകളാണ് ആവശ്യമായി വരിക, അത്തരം സാധനങ്ങളൊക്കെ തന്നെ നമ്മൾ പാലക്കാട് RR പവർ സൊല്യൂഷൻ എന്ന സ്ഥാപനത്തിൽ നമ്മൾ അതിൻ്റെ മെറ്റീരിയൽസ് മാത്രമായിട്ട് നൽകുന്നുണ്ട്. അതിൻ്റെ ഡിസൈൻ, ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ്, അതിൻ്റെ വിഡ്ത്ത്, ഡെപ്ത് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തന്നെ അത് ഡിസൈൻ ചെയ്ത് അതെങ്ങനെ ചെയ്യണം എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു മാർഗനിർദ്ദേശം നൽകിക്കൊണ്ട് അതായത് ഇലക്ട്രീഷ്യൻസ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ കോൺട്രാക്ടേഴ്സ് അവരുടെ സ്വന്തം സൈറ്റിലെ ലൈറ്റിംഗ് പ്രൊട്ടക്ഷൻ സിസ്റ്റം പ്രോപ്പറായിട്ട് സ്റ്റാൻഡേർഡ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റും അതുപോലെ തന്നെ സെൻട്രൽ ഇലക്ട്രിസിറ്റി അതോറിറ്റി ഉൾപ്പെടെ അംഗീകരിക്കുന്ന വേൾഡ് ലെവലിൽ തന്നെ വലിയ അംഗീകാരമുള്ള ബ്രാൻഡും അതിൻ്റെ സ്റ്റാൻഡേർഡും വെച്ചുകൊണ്ട് നമ്മൾ അതിൻ്റെ മെറ്റീരിയൽസ് നൽകി വരുന്നുണ്ട്. അപ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധ ടെക്നിക്കൽ സപ്പോർട്ടും അതിൻ്റെ ഈച്ച് ആൻഡ് എവരിത്തിങ് പോയിൻറ്റ്സുകൾ വീഡിയോയിൽ ഞാനതിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. എൻ്റെ സ്റ്റാഫ് ജാഫർ, ആൾ ഇലക്ട്രിക്കൽ എഞ്ചിനീയറാണ്, ഇലക്ട്രിക്കൽ സൂപ്പർവൈസറാണ്. അതുപോലെ തന്നെ നമ്മുടെ ടീമിൽ തന്നെ പ്രൊജക്റ്റ് എഞ്ചിനീയർ വൈശാഖ്, അദ്ദേഹം ഇലക്ട്രിക്കൽ എഞ്ചിനീയറാണ്. അപ്പോൾ ആ പ്രോജക്റ്റ് ചെയ്ത എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിലും അതെങ്ങനെ ഡിസൈൻ ചെയ്യുന്ന കാര്യത്തിനെക്കുറിച്ച് തന്നെ അതിൻ്റെ മറ്റു വിവരങ്ങളൊക്കെ തന്നെ നമ്മുടെ എഞ്ചിനീയേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ നൽകുകയും അതോടൊപ്പം തന്നെ SPD സ്ഥാപിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇത് എവിടെയാണ് സ്ഥാപിക്കേണ്ടത്, എത്ര അതിൻ്റെ കണക്ഷൻസും ഏതെല്ലാം കാറ്റഗറി, അത് വ്യത്യസ്ത കാറ്റഗറി ഉണ്ട്. ഓരോ ആപ്ലിക്കേഷനും ഓരോ ടൈപ്പ് ക്ലാസ് SPD-യാണ് നമ്മൾ സ്ഥാപിക്കേണ്ടത്. അതിനെക്കുറിച്ചൊക്കെ തന്നെ വളരെ വിശദമായി തന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ വിത്ത് വീഡിയോ, ഈ വീഡിയോനൊപ്പം തന്നെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പോസ്റ്റ് ചെയ്യുന്നതാണ്. ആയതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവൻ
കാണുകയും അതിലെ സംശയങ്ങൾ വിളിച്ചു ചോദിച്ചുകൊണ്ട് എന്തെങ്കിലും എൻക്വയറി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് വേണ്ട ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതിന് എല്ലാവിധ ടെക്നിക്കൽ സപ്പോർട്ടും നൽകിക്കൊണ്ട് പ്രോപ്പറായിട്ടുള്ള ഒരു ലൈറ്റിംഗ് സിസ്റ്റം ചെയ്യുന്നതിന് പാലക്കാട് RR പവർ സൊല്യൂഷനും അതുതന്നെ പവർ ഓൺ എന്ന് പറയുന്നത് കോൺട്രാക്റ്റിംഗ് കമ്പനിയാണ്. RR പവർ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഒരു ഹോൾസെയിൽ ഇലക്ട്രിക്കൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കുറേ മെറ്റീരിയൽസ് വിതരണം ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. അതിൽ സോളാർ ഉൾപ്പെടെ സോളാറിൻ്റെ A to Z ഒരു സോളാർ സ്ഥാപിക്കുന്നതിന് വേണ്ടി ആവശ്യമായിട്ട് എല്ലാ സാധന സാമഗ്രികളും RR പവർ സൊല്യൂഷൻ നമ്മൾ വിതരണം ചെയ്യുന്നത്. അതിൻ്റെ വിശദമായിട്ടുള്ള വീഡിയോ ഒക്കെ തന്നെ ഈ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഇതിലെ ലൈറ്റിംഗ് അറസ്റ്ററിൻ്റെ പല ഘട്ടങ്ങളായി തന്നെ വളരെ വിശദമായി തന്നെ ഇതിൽ ഇടുന്നതായിരിക്കും. എല്ലാവരും അത് സൂക്ഷ്മമായി മനസ്സിലാക്കാനും അത് നമ്മുടെ ഭാവി തൊഴിലിന് അഭിവൃദ്ധി വരാനും ഉപകരിക്കും എന്ന് ഈ അവസരത്തിൽ ഉറപ്പു നൽകിക്കൊണ്ട് നിർത്തുന്നു. അഗൈൻസ് വൺസ് വൺ മുഹമ്മദ് റഫീഖ്, ഇലക്ട്രിക്കൽ കോൺട്രാക്ടർ ആൻഡ് ഇലക്ട്രിക്കൽ കൺസൾട്ടൻറ്റ്, പാലക്കാട്. ഓക്കെ, താങ്ക് യു. ഹായ്, ഐ എം ജാഫർ, ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ഇൻ RR പവർ സൊല്യൂഷൻസ്. ഇവിടെ ഇന്ന് ഈ വീഡിയോയിൽ ഒരു ലൈറ്റ്നിങ് പ്രൊട്ടക്ഷൻ സിസ്റ്റം വർക്ക് ചെയ്തതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ആണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് അപകടങ്ങൾ വരുത്തി വയ്ക്കുന്ന ഒരു കാര്യമാണ്. സാധാരണ ആളുകൾ ലൈറ്റ്നിങ് പ്രൊട്ടക്ഷൻ സിസ്റ്റം തെറ്റായ രീതിയിൽ നിയമം അനുശാസിക്കുന്ന യാതൊരുവിധ കാര്യങ്ങളും പാലിക്കാതെ വർക്ക് ചെയ്തിട്ട് അപകടങ്ങൾ നടക്കുന്നുണ്ട്. അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് RR പവർ സൊല്യൂഷൻസ് നിയമം അനുശാസിക്കുന്ന എല്ലാ കാര്യങ്ങളും പാലിച്ചുകൊണ്ട് എങ്ങനെയാണ് ഒരു ലൈറ്റ്നിങ് പ്രൊട്ടക്ഷൻ സിസ്റ്റം ചെയ്യുക എന്നതാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. IEC IS 62305 എന്ന സ്റ്റാൻഡേർഡ് പ്രകാരമാണ് നമ്മൾ ലൈറ്റ്നിങ് പ്രൊട്ടക്ഷൻ സിസ്റ്റം ഡിസൈൻ ചെയ്യേണ്ടത്. ഈ കാണുന്നതാണ് ഒരു 4 മീറ്റർ ലെങ്ത് ഉള്ള ലൈറ്റ്നിങ് അറസ്റ്റർ. ലൈറ്റ്നിങ് അറസ്റ്റർ പല ലെങ്ത്തിൽ അവൈലബിൾ ആണ്. 1 മീറ്റർ മുതൽ നമുക്ക് 8 മീറ്റർ വരെ ലൈറ്റ്നിങ് അറസ്റ്റർ അവൈലബിൾ ആണ്. ഇവിടെ ഈ ഹൈറ്റ് ചൂസ് ചെയ്യേണ്ടത് ആവശ്യമായ കവറേജ് റേഡിയസ് നോക്കിയാണ് നമ്മൾ ഈ ലൈറ്റ്നിങ് അറസ്റ്ററിന്റെ ഹൈറ്റ് ചൂസ് ചെയ്യുന്നത്. അതുപോലെ ഈ കാണുന്നത് ഡൗൺ കണ്ടക്ടർ, അലുമിനിയം ബെയർ കണ്ടക്ടർ യൂസ് ചെയ്യണമെന്ന് നമ്മുടെ നിയമത്തിൽ പ്രത്യേകം പറയുന്നുണ്ട്. അലുമിനിയം അലോയ് ആണ് ഇതിലെ മെറ്റീരിയൽ ആയിട്ട് യൂസ് ചെയ്യുന്നത്, ബെയർ കണ്ടക്ടർ ആണ്. അതുപോലെ ഈ കാണുന്ന ടി ജോയിന്റ് ക്രിമ്പിംഗ് ജോയിന്റ് ആണ് ഇത് ചെയ്തിരിക്കുന്നത്. അലുമിനിയം ഡൗൺ കണ്ടക്ടർ ഹോൾഡ് ചെയ്യുന്ന PCH എന്ന് പറയും, പാരപ്പറ്റ് കണ്ടക്ടർ ഹോൾഡർ, അതാണ് ഈ കാണുന്നത്. ഈ അലുമിനിയം ബെയർ കണ്ടക്ടർ നേരെ ബിൽഡിങ്ങിന് താഴത്തേക്ക് റൺ ചെയ്തിട്ട് ഒരു ടെസ്റ്റ് ലിങ്ക് വെച്ചിട്ട് അവിടെ നിന്ന് ഒരു കോപ്പർ ബോണ്ടഡ് കണ്ടക്ടർ ഉപയോഗിച്ച് എർത്തിലേക്ക് കണക്ട് ചെയ്യും. ഇങ്ങനെ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്നും ഇറക്കിക്കൊണ്ടുവരുന്ന അലുമിനിയത്തിന്റെ ബെയർ കണ്ടക്ടർ, 8 mm ഡയമീറ്റർ ഉള്ള അലുമിനിയത്തിന്റെ ബെയർ കണ്ടക്ടറും താഴെ എർത്ത് പ്ലേറ്റുമായി കണക്ട് ചെയ്യുന്ന കോപ്പറിന്റെ 10 mm ഡയമീറ്റർ ഉള്ള കോപ്പറിന്റെ കണ്ടക്ടറും തമ്മിൽ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ടെസ്റ്റ് ലിങ്ക് നമ്മളവിടെ യൂസ് ചെയ്തിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ ബൈമെറ്റാലിക് കൊറോഷൻ ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ടെസ്റ്റ് ലിങ്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഈ സ്ഥാപിച്ചിട്ടുള്ള ടെസ്റ്റ് ലിങ്ക് ഏകദേശം ഒരു 2 മീറ്റർ ഹൈറ്റിലാണ് ഈ ടെസ്റ്റ് ലിങ്ക് നമ്മൾ സ്ഥാപിച്ചിരിക്കുന്നത്. ഈ ടെസ്റ്റ് ലിങ്കിന് ശേഷം വരുന്ന കോപ്പറിന്റെ കണ്ടക്ടർ, എർത്തിലേക്ക് കണക്ട് ചെയ്യുന്ന കോപ്പറിന്റെ കണ്ടക്ടർ നമ്മൾ PVC കോൺഡ്യൂട്ടോട് കൂടിയിട്ടാണ് ചെയ്യുന്നത്. ഇത് ഒരു ടച്ച് പൊട്ടൻഷ്യലൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ്. അവിടെ ആരെങ്കിലും വന്ന് നിന്ന് അതിൽ തൊട്ട് ഒരു ടച്ച് പൊട്ടൻഷ്യലൊക്കെ ഉണ്ടാവുന്നത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് PVC കോൺഡ്യൂട്ടോട് കൂടിയാണ് ഇത് ചെയ്തിരിക്കുന്നത്. അതുപോലെ ആളുകൾ വേറെ ഒരു മിസ്റ്റേക്ക് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, സാധാരണയായിട്ട് ഇപ്പോൾ ഒരു ലൈറ്റ്നിങ് അറസ്റ്റർ വെച്ചിട്ട് അതിന് ഒരു ഡൗൺ കണ്ടക്ടർ വെച്ച് എർത്ത് ചെയ്യും. അങ്ങനെയല്ല, ഒരു ലൈറ്റ്നിങ് അറസ്റ്ററിന് മിനിമം 2 ഡൗൺ കണ്ടക്ടറെങ്കിലും കൊടുത്തിരിക്കണം. അതുപോലെ ഈ ബിൽഡിങ്ങിന്റെ പെരിമീറ്റർ വർദ്ധിക്കുന്നതിനനുസരിച്ച് ഡൗൺ കണ്ടക്ടറിന്റെ എണ്ണവും വർദ്ധിപ്പിക്കണം. ഇപ്പൊ സാധാരണ ആളുകൾ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്താന്ന് വെച്ചാൽ, നമ്മുടെ നിയമത്തിൽ പ്രത്യേകം പറയുന്നുണ്ട് ലൈറ്റ്നിങ് അറസ്റ്ററിൽ നിന്നുള്ള കണ്ടക്ടർ ബെയർ കണ്ടക്ടർ, അലുമിനിയത്തിന്റെ 8 mm ഡയമീറ്റർ ഉള്ള ബെയർ കണ്ടക്ടർ ആയിരിക്കണമെന്ന് പ്രത്യേകം പറയുന്നുണ്ട്. ഇത് പല ആളുകളും ഇൻസുലേറ്റർ കണ്ടക്ടർ ഒക്കെ യൂസ് ചെയ്തിട്ട് ഇത് 200 കിലോ ആംസിലൊക്കെയാണ് നമ്മുടെ ലൈറ്റ്നിങ് വരുന്നത്. അപ്പൊ അത്രയും റേഞ്ചിൽ വരുന്ന കറണ്ടിന് ഈ ഇൻസുലേറ്റഡ് വയറൊക്കെ കൊടുത്തിട്ട് അപകടങ്ങൾ വരുന്ന ഒരുപാട് വീഡിയോകളും ഒരുപാട് കാര്യങ്ങളും നമ്മൾ കാണുന്നുണ്ട് ഇപ്പോൾ.
അപ്പോൾ ഇതിനെക്കുറിച്ചൊന്നും വലിയ ധാരണയില്ലാതെ സാധാരണ ആൾക്കാർ ഇപ്പോൾ സാധാരണ ഷോപ്പുകളിലൊക്കെ കണ്ടുവരുന്ന ലൈറ്റിംഗ് അറസ്റ്റർ എന്ന് പറയുന്നത് ESE, ഏർലി സ്ട്രീമർ എമിഷൻ എന്ന് പറയുന്ന മോഡലാണ് ഇപ്പോൾ സാധാരണ ഷോപ്പുകളിലൊക്കെ സുലഭമായി കിട്ടുന്നത്. അപ്പോൾ എന്നാൽ ഇത് നമ്മുടെ നാഷണൽ ബിൽഡിംഗ് കോഡിലും ഇന്ത്യൻ സ്റ്റാൻഡേർഡിലൊന്നും ഉപയോഗിക്കരുത് എന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഇതിനെപ്പറ്റി വ്യക്തമായ ഒരു ധാരണ ഇല്ലാത്ത ആളുകള് ഇതുപോലുള്ള ESE, ഏർലി സ്ട്രീമർ എമിഷൻ എന്ന് പറയുന്ന സാധാരണ മാർക്കറ്റിൽ കിട്ടുന്ന ഇങ്ങനെയുള്ള ലൈറ്റ്നിങ് അറസ്റ്റർ ഒക്കെ വെച്ചിട്ട് അപകടങ്ങൾ നിരവധി വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പൊ നിലവിലുള്ളത്. ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് പവർ സൊല്യൂഷൻസ് ഒരു സൈറ്റിന്റെ റിസ്ക് അനാലിസിസ് എല്ലാം നടത്തിയാണ് ലൈറ്റ്നിങ് പ്രൊട്ടക്ഷൻ സിസ്റ്റം ഡിസൈൻ ചെയ്യുന്നത്. ഒരു ലൈറ്റ്നിങ് പ്രൊട്ടക്ഷൻ സിസ്റ്റം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും പവർ സൊല്യൂഷന് തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.